നമസ്കാരം സാർ. ഇത് കാസർഗോഡ് മീപ്പെരി സ്കൂളിൻ്റെ ആ വളവിലാണ് ഈ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുള്ളത്. ഓക്കെ, അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യണം. സൈഡിലെ കൂടിയിട്ട് ഒരു കനാലാക്കി വെള്ളം പോകാനുള്ള സംവിധാനമാക്കിയിട്ട് മുകളിൽ സ്ലേപ്പാക്കിയെങ്കിൽ രണ്ട് സൈഡും ഗവൺമെൻറ് സ്ഥലമുണ്ട്, കുറച്ച് വീതി കൂട്ടാനുള്ള സൗകര്യമുണ്ട്. ഇത് മീപ്പെരി സൂരി മീപ്പെരി എന്ന് പറയുന്നത് അറിഞ്ഞാ? മീപ്പെരി സ്കൂളിൻ്റെ കുറച്ച് ഇപ്പുറം കാസർഗോഡ് നിന്ന് വരുമ്പോൾ ഈ വളവിലാണ്. എന്താ ഇവിടെ ഇപ്പം മായ കുറവ്, മായ വന്നാൽ ഫുള്ള് ഇതിൽ നടക്കാൻ കഴിയുക. രണ്ട് ഭാഗത്തെ റോഡും അതാ പുള്ള വരുന്നതാണല്ലോ. അതാ മുട്ടോളം വെള്ളത്തിൽ അതാ ഇനി മായ വന്നാൽ ഭയങ്കര പള്ളി ഇത് വെള്ളം ഇതാ ഈ വീട്ടിൻ്റെ അങ്ങോട്ടേക്ക് അകത്തേക്ക് വെള്ളം കയറി. ഇതാ ഇതിലൊരു റോഡ് സൈഡിലേക്ക് കൂടിയിട്ട് അങ്ങോട്ടേക്ക് ഈ സ്കൂളിൻ്റെ സൈഡിലേക്ക് പുറത്തേക്ക് വെള്ളം വിട്ടെങ്കിൽ എത്ര ഗുണമുണ്ട്. ഇതാ ഇടലിൽ പറ്റ വെള്ളം. അതാ നോക്കണോ, ഇപ്പം മഴയില്ല, അതുകൊണ്ട് അത്ര വെള്ളമില്ല, മഴയില്ല. ഇപ്പം മഴ ഉണ്ടാകുമ്പോൾ പിന്നെ എടുക്കാൻ നമുക്ക് ഇവിടെ ഉണ്ടാകുന്നില്ല, നമ്മൾ വരാൻ സമയം കിട്ടുന്നില്ല. ഓക്കെ, ഇതിനൊരു സംവിധാനം ചെയ്യും. ഇതെപ്പോഴുള്ള ബുദ്ധിമുട്ട് ഇതില്ല, ഇതിനുള്ള കനാലില്ലാന്ന് റോഡ് സൈഡിലെ വെള്ളം പോകാനുള്ള സംവിധാനം ഒന്ന് ചെയ്ത് കൊടുക്കണം സാറേ. ഓക്കെ, അധികാരികൾ കണ്ണു തുറക്കുക. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് പോകാനും വരാനും. ദാദാ ബസ് വരുന്നതാണല്ലോ, അതാ അടിച്ചു വരുന്നതാ, പുള്ളറെ കണ്ടതാ. ഓക്കെ, മായ വന്ന ഏരിയ കൊയ്യുണ്ട്, പിന്നെ ബുദ്ധിമുട്ടാണെന്നൊന്നും അറിയില്ലല്ലോ. ചെറിയൊരു കുട്ടികളാണ് സ്കൂളിൽ പഠിക്കുന്നവിടെ. അവിടെ ഒരുപാട് ആൾക്കാർ ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ടൗണിൽ നടക്കുന്ന ആളാണ്. ഇപ്പോൾ ഒരുപാട് ഷോപ്പ് കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് ടൗൺ ആയതുകൊണ്ട് കൂടുതൽ ആളുണ്ട്, പോകുന്ന വരുന്ന ആൾ. അതിനുള്ള സംവിധാനം ഇല്ലെങ്കിൽ വാഹനം പോകുമ്പോൾ എല്ലാ ആൾക്കാരെല്ലാം നനഞ്ഞു വന്നു, ഒരുപാട് വെള്ളത്തിൽ ബുദ്ധിമുട്ടായി പോകുന്നു. ഓക്കെ, അതിനുള്ള സംവിധാനം സാർ ഉടനെ ചെയ്യണം. മീപ്പെരി സ്കൂളിൻ്റെ അടുത്ത്. ഓക്കെ.